കേരള ഹൈക്കോടതിയെ കൊച്ചി നഗരത്തിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് പറിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനം ആയിരിക്കുകയാണ്. വലിയൊരു ജുഡീഷ്യൽ സിറ്റിയാണ് ഒരുങ്ങുന്നത്. അല്ല, ഇത് കുറേ കാലമായിട്ട് ചർച്ചയിലുള്ള സംഭവമാണ്. ഇപ്പോഴും അത് തീരുമാനമൊന്നും ആയിട്ടില്ല. ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തത്വത്തിൽ അത് ആലോചിക്കാം. ഇനിയിപ്പോൾ ഭൂമി പോയി നോക്കണം, പരിശോധന, ഒരുപാട് പ്രൊസീജിയേഴ്സുണ്ട്. അതിൽ തരക്കേടൊന്നും ഇല്ലയെന്ന് തോന്നുമെങ്കിലും ഒരു 25 കൊല്ലം കഷ്ടിച്ചായതേ ഉള്ളൂ ഈ ഹൈക്കോടതി. 20 കൊല്ലം. ഇപ്പോൾ അത് മാറ്റാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് സ്പേസിൽ ഈ കുറക്കാലം മുമ്പ് ഇത്രയധികം കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. വക്കീലന്മാരൊക്കെ നടന്നോ സ്കൂട്ടറിലോ സൈക്കിളിലോ ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ അതിന് പടിഞ്ഞാറ് വശത്ത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ വലിയ ബിൽഡിംഗ് വന്നു. അതിനും ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, അവിടെയും പാർക്കിംഗ് എന്നൊക്കെ ഉണ്ട്. പാർക്കിംഗ് ആണ് പ്രധാന ഒരു പ്രശ്നം ഇപ്പോൾ കോടതി മാറ്റാൻ. അല്ലാതെ കോടതിക്കുള്ളിൽ സ്ഥലമില്ലാത്ത ഒരു പ്രശ്നം എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല. പിന്നെ ചില ഫ്ലോറിൽ തന്നെ വേണം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ്, അതും അതിനോടനുബന്ധിച്ച ഓഫീസുകളും എല്ലാം തന്നെ ഒരേ ഫ്ലോറിൽ വേണം എന്ന് നിർബന്ധം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരേ ഫ്ലോറിൽ തന്നെ വേണം. ഇങ്ങനെ പലവിധ ലോക്കൽ സൗകര്യങ്ങൾ ആളുകൾക്ക് വേറെ ഫ്ലോറിലേക്ക് കയറുമൊന്നും വേണ്ട, ലിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ലിഫ്റ്റിൻ്റെ ഒരു താമസം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം മനുഷ്യർക്ക് എല്ലാവർക്കും സൗകര്യങ്ങളാണല്ലോ വലുത്. അപ്പം ഇങ്ങനെ ചില നിർബന്ധങ്ങൾ ഒഴിച്ചാൽ ഹൈക്കോടതിക്കുള്ളിൽ സ്ഥലപരിമിതി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതിയുടെ പുറത്താണ് ഈ സ്ഥലപരിമിതി. ഇപ്പം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ, ഹൈക്കോടതി കമ്മിറ്റി, അതുപോലെ ഭാരതീയ അഭിഭാഷക പരിഷത്തൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥലമാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അവരുടെ കുറേ സൊല്യൂഷൻസ് ഉണ്ട്. അവർ പറയുന്നത് എന്താ, കിഴക്ക് വശത്തുള്ള സബ് ജയിൽ മാറ്റുക, ഹൗസിംഗ് കോളനി മാറ്റുക. ഇപ്പം ഇത് മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന അസൗകര്യമോ? സബ് ജയിൽ വാസ്തവത്തിൽ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്, ഇത്ര നഗരമധ്യത്തിൽ സബ് ജയിൽ വയ്ക്കേണ്ട കാര്യമുണ്ടോ? പണ്ട് ഇപ്പം അവിടെ അങ്ങ് വെച്ചു. അതിൽ സ്ഥലമൊക്കെ വളരെ കുറവാണ്. സബ് ജയിലെന്ന് പറഞ്ഞ് ഇട്ടാവട്ടേ ഉള്ളൂ. എല്ലാ പ്രതികളെയൊന്നും കൊണ്ടുവന്ന് അവിടെ ഇടാൻ പറ്റില്ല. കാക്കനാട് സബ് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിലും വലിയ തിരക്കാണ്. ജയിലിൽ ആൾക്കാരെ ഇടാൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് സബ് ജയിലിരിക്കുന്നത്. അത് മാറ്റി ഹൗസിംഗ് കോളനി മാറ്റി. അപ്പോൾ അവർക്ക് അസൗകര്യം ഉണ്ടാകുന്നില്ല. അവരെ അങ്ങോട്ട് മാറ്റി, അവരെ കളമശ്ശേരിക്ക് മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം ആലോചിച്ചു. ഇങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഈ പാർക്കിംഗ് സ്പേസ് ആണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം. വേറെ അകത്തുള്ള പ്രശ്നമില്ല. അകത്ത് ഇന്ന കാര്യത്തിന് സ്ഥലമില്ല. ആ ബിൽഡിങ്ങിനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 8 നില കെട്ടിടമാണ് ഹൈക്കോടതി. സ്റ്റാഫിനുള്ള ക്വാർട്ടേഴ്സ്, അതുപോലെ ജഡ്ജസിനുള്ള ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ പരിമിതി ഉണ്ടെന്ന് നിലവിലുള്ള. അല്ല, ജഡ്ജസിൻ്റെ ക്വാർട്ടേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. ജഡ്ജസിനും എല്ലാം വീടുണ്ട്, അവരെല്ലാം വരുന്നുമുണ്ട്. അപ്പോൾ ജഡ്ജസിനെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കണമെന്നൊരു വാശി എന്തിനാണ്? അങ്ങനെയൊന്നും ആവശ്യമില്ല. എത്രയോ കാലമായി ജഡ്ജസ് ഓരോ സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് കോടതിയിൽ വരുന്നു പോകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ജഡ്ജിമാരെ എല്ലാം കൂടെ ഒരു കോമ്പൗണ്ടിലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് വ്യത്യാസം വരാനുണ്ടോ? അങ്ങനെ ഇല്ല. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. ഒന്ന്, ഹൈക്കോടതിയുടെ ബിൽഡിങ്ങിന് സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 2015 അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ ആ തകരാറ് പരിഹരിച്ച് വരുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു തകരാറ് ആ ബിൽഡിങ്ങിന് ഉണ്ടായിക്കൂടാ. അതൊരു ഡിസൈൻ ഫോൾട്ടാണ്. എന്ത് വാങ്ങിക്കോട്ടെ, തകരാറ് വന്നാൽ അത് പരിഹരിക്കാം. ഒന്നാമത് ഇതെല്ലാം കായലിന് വളരെ അടുത്താണ്. അടിയിൽ ചെളിയാണ് മുഴുവൻ. ഈ ചെളിയിൽ ഏത് ബിൽഡിങ്ങും ഇരിക്കും. ഹൈക്കോടതി ബിൽഡിങ് എത്ര ഹ്യൂജ് ഹെവി ബിൽഡിങ്ങാണ്. ഇത് ചെളിയിലേക്ക് മെല്ലെ മെല്ലെ താഴും. ഈ കായലോരത്തുള്ള സകല ബിൽഡിങ്ങും നോക്കിക്കോളും, പതുക്കെ ചെളിയിലേക്ക് താഴും. 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ഭിത്തിയിലൊരു ക്രാക്ക് ഇങ്ങനെ വീഴുന്ന കാണാം. അതുകൊണ്ട് കെട്ടിടം തകർന്ന് വീഴാനൊന്നും പോകുന്നില്ല. ബട്ട് ദാറ്റ് ഷോസ് ദാറ്റ് യുവർ ബിൽഡിംഗ് ഈസ് സ്ലോലി സിങ്കിങ് ഇൻ ദ മഡ്. ഒരു എർത്ത്ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എർത്ത്ക്വേക്ക് ഒന്നും ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത സാധനമാണ്. പിന്നെ വെറുതെ നമുക്ക് 5 മിനിറ്റ് പറയാം. 4.2 റിക്ടർ സ്കെയിലിൽ വന്നു, 6.8 വന്നു. എർത്ത്ക്വേക്ക് ഇവിടുത്തെ വിഷയമൊന്നുമല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, 1341 ഒരു പ്രളയത്തിൽ ഉണ്ടായതാണ് കൊച്ചി.
ഈ ഐലൻഡ്, താന്തോന്നിത്തുരുത്ത്, ബോൾഗാട്ടി, ഈ വക കാര്യങ്ങളെല്ലാം അന്നുണ്ടായതാണ്. അത് വേറൊരു പ്രളയത്തിൽ ഇല്ലാതെ പോകാനും സാധ്യതയുണ്ട്. അടുത്തൊരു പ്രളയത്തിൽ കൊച്ചിയുടെ പടം തന്നെ ചിലപ്പോൾ പ്രകൃതി മാറ്റി വരച്ച് കളയും. ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും കാണാനുണ്ടാവില്ല. ഇപ്പോൾ ഈ കാണുന്ന മറൈൻ ഡ്രൈവ് നമ്മൾ നികത്തിയെടുത്ത സ്ഥലമാണ്. കുറച്ചു കാലം മുമ്പ് മറൈൻ ഡ്രൈവ് ഉണ്ടായിരുന്നില്ല. ആ സീലോഡിന് മുമ്പിലുള്ള ഷൺമുഖം റോഡ് കഴിഞ്ഞാൽ പിന്നെ കായലാണ്. അവിടെ വലിയ നീളത്തിൽ മതിൽ കെട്ടിയിരുന്നു, കരിങ്കല്ല് കൊണ്ട്, അരമതിൽ. അതിലാണ് വൈകുന്നേരം ആൾക്കാർ കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങേയറ്റം വരെ, പഴയ ഹൈക്കോടതി വരെയൊക്കെ അതിങ്ങനെ നീണ്ടുപോയിരുന്നു. അതിനപ്പുറത്തുള്ള കായൽ കയ്യേറി നികത്തിയാണ് നമ്മൾ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന മൈതാനവും അവിടെ ഫ്ലാറ്റും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ബിൽഡിങ്ങും ഒക്കെ വന്നിരിക്കുന്നത്. ഇതൊക്കെ പ്രകൃതി അങ്ങ് ചുമ്മാ അങ്ങ് സഹിക്കുമെന്നാണോ വിചാരം? ഈ കയ്യേറ്റമൊക്കെ അതിങ്ങനെ നിന്നിട്ട് പ്രകൃതിക്ക് 10, 30, 40 വർഷമൊന്നൊരു വർഷമല്ല, ഒരൊറ്റ വരവ് വന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് കടലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വേറൊരു സ്ഥലത്ത് വയ്ക്കും. അന്ന് വേറൊരു തുരുത്തം ഉണ്ടാകും, അവിടെ വേറൊരു നഗരം ഉണ്ടാകും. ഇതൊന്നും കാണാൻ ഞാനും ഗൗതമവും ജീവിച്ചിരിക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഈ ഒലിച്ചു പോയ കൂട്ടത്തിലാവാം, അല്ലെങ്കിൽ നമ്മളുടെയും കൂടെ ജീവിതം കഴിഞ്ഞിട്ടാകാം ഒലിച്ചു പോകും. അത് പ്രകൃതിയുടെ. പക്ഷേ ഈ ഭൂമി കുലുക്കം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെങ്ങും ഉണ്ടായിട്ടേ ഇല്ല. തീരദേശത്തുണ്ടാവുന്ന ഒരു പ്രതിഭാസമല്ല ഭൂമി കുലുക്കം. കാരണം ഈ കുലുക്കമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ മണ്ണങ്ങ് താഴെയിരിക്കും, മണ്ണും ചെളിയുമാണ്. ഉറച്ച ഭൂമിയിൽ ഈ പ്ലേറ്റുകൾ വന്ന് ഇടിക്കാനൊക്കെ പറ്റുള്ളൂ. 2 പ്ലേറ്റായിട്ട് ഇത് ഫോം ചെയ്തിരിക്കണ്ടേ. ഇത് ചെളിയായി കഴിഞ്ഞാൽ പിന്നെ ഇടിക്കാനെന്താ, അത് കൂടിക്കുഴഞ്ഞങ്ങ് പോവുകയുള്ളൂ. അതാണ് ഈ തീരപ്രദേശത്ത് ഭൂമി കുലുക്കം ഉണ്ടാകുന്നത്. പിന്നെ അതിനും അടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായി. ഇത് മാത്രമല്ല, നമ്മൾ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് ചൈനീസ് ഭാഗത്തുള്ള പ്ലേറ്റുമായിട്ട്, മെയിൻ പ്ലേറ്റുമായിട്ട് ഇടിച്ച് കുത്തിപ്പൊങ്ങിയാണ് നമ്മുടെ ഹിമാലയമൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മളിതിൻ്റെ വാലറ്റത്താണ്, നമ്മളെവിടെ പേടിക്കാൻ. ഇതിനി അങ്ങോട്ട് നീങ്ങും എന്നുള്ളതല്ലാതെ തിരിച്ചിങ്ങോട്ട് വരില്ല. അപ്പോൾ ഈ ഇടിയും തൊഴിയൊക്കെ വടക്ക് നടക്കും. അതിനെ ചുറ്റിപ്പറ്റി പാകിസ്ഥാൻ മുതൽ ആസാം വരെയുള്ള സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ കൽക്കട്ടയൊക്കെ, അതിൻ്റെ തെക്കോട്ട് ഈ ഭൂചലനമൊന്നും വലുതായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഭൂമി കുലുക്കം അനുഭവിച്ചിട്ടുണ്ടോ ഗൗതം? ഇല്ല. ഞാൻ ഭൂമി കുലുക്കം അനുഭവിച്ചിട്ടുണ്ട്, ആസാമിൽ പോയപ്പോഴാണ്, അല്ലാതെ കേരളത്തിലല്ല. കേരളത്തിൽ എനിക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ആശങ്ക പറയുന്നത് കടലിൻ്റെ അടുത്താണ് എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത്. അല്ല, ഇപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും സ്വന്തം സൗകര്യം നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഇതിനകത്ത് അഴിമതി ആരോപണം വരെ പറയും. ചിലരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഭൂമാഫിയാണ് ഇതിൻ്റെ പുറകിൽ. കേരളത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും മാഫിയ ഗൂഢാലോചന. കാരണം ഇത് വരുന്നത് HMTയുടെ ഒരു സ്ഥലത്താണ്, പുതിയ കളമശ്ശേരിയിലുള്ള 27. ആയിക്കോട്ടെ, പക്ഷേ എന്ത് പ്രവൃത്തിയുടെ പിന്നിലും മലയാളിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നത് അതിൻ്റെ പിന്നിൽ ഒരു മാഫിയ ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന മലയാളിക്ക് വളരെ പ്രിയപ്പെട്ട വാക്കാണ്. വെറുതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ മലയാളി വിശ്വസിക്കില്ല. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ഇത് ഇൻ്റഗ്രൽ പാർട്ടാണ് ഈ മാഫിയ ഗൂഢാലോചന. ഇത് ഉണ്ടായെന്നും വരാം. ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കും. ഈ ഏത് ഓപ്പറേഷൻ നടക്കുമ്പോഴും അതിനകത്ത് 10 പൈസ ഉണ്ടാക്കുന്ന ടീമുണ്ട്. അവരെ ഒഴിവാക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ബഹളം മുഴുവൻ അവനവൻ്റെ സൗകര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതിലാണ്. ജഡ്ജിമാരെ സമയത്തോളം ഇത് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവരെവിടെയാണോ അവിടെയാണ് കോടതി. അതുകൊണ്ട് അവർക്കിപ്പോൾ കളമശ്ശേരി പോയാലും കുഴപ്പമൊന്നുമില്ല. വക്കീലന്മാർക്ക് അങ്ങനെയല്ല. ദീർഘകാലമായിട്ട് വലിയ ബിൽഡിംഗ്, പെർമനൻറ്റ് ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി വക്കീൽ ഓഫീസൊക്കെ സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരാണ്. ആ കോടതിയുടെ ചുറ്റുവട്ടത്തായിട്ടുള്ള സകല ബിൽഡിങ്ങിലും വക്കീലന്മാരുണ്ട്. ഇതെല്ലാം കൂടെ കളമശ്ശേരിക്ക് പറിച്ചു നടണമല്ലോ എന്നുള്ളതാണ് വക്കീലന്മാരുടെ. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വലുതായിരിക്കും. കളമശ്ശേരിയിൽ ഈ പറഞ്ഞ ജുഡീഷ്യൽ സിറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭൂമിക്ക് വില കൂടും, പരിസരത്തുള്ള ഭൂമിക്കൊക്കെ വില കൂടും. HMTയുടെ ഭൂമി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും സർക്കാരിൻ്റെ ആയതുകൊണ്ട്. മറ്റു ഭൂമിക്കെല്ലാം വീണ്ടും വില 4 ഇരട്ടിയാകും കോടതി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വക്കീലന്മാർക്ക് അവിടെ ഓഫീസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്രയാസം. പ്രധാനമായിട്ട് ഇവരെ ആശങ്കപ്പെടുന്നത് ഇതാണ്, ഈ കാര്യങ്ങളാണ്. അത് ഈ കാര്യങ്ങളെ ചൊല്ലിയുള്ള ബഹളമാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഇതിനടുത്താണ് മംഗളവനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മംഗളവനം കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റുന്നതെന്നും പറയുന്നത്. അത് പറയാനായിട്ട് പറയാമെന്നുള്ളൂ. അങ്ങനെയാണ് പിന്നെ അവിടെ ഹൈക്കോടതി വന്നത്. എങ്ങനെയാണ് മംഗളവനം വെട്ടിച്ചുരുക്കിയതൊന്നുമല്ല. മംഗളവനം അവിടെ നിന്ന് അങ്ങോട്ടാണ് മംഗളവനം സ്റ്റാർട്ട് ചെയ്തത്.
ഇതിൻ്റെ ഇടയ്ക്കൊരു റോഡുണ്ട്, ആ റോഡിൻ്റെ ഇപ്പുറത്തു നിന്നാണ് ഹൈക്കോടതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മംഗളവനം സംരക്ഷിക്കണമെങ്കിൽ വേറെ കുറേ ജോലികൾ ചെയ്യാറുണ്ട്. മംഗളവനത്തിൻ്റെ കിഴക്ക് വശത്ത് മത്തായി മാഞ്ഞുരാൻ റോഡിൽ നിന്ന് എത്ര ചവറാണ് മംഗളവനത്തിലേക്ക് എറിയുന്നത്. ദിവസവും ടൺ കണക്കിന് ചവർ എറിയുന്നുണ്ട്. ആർക്കെങ്കിലും വല്ല നിയന്ത്രണമുണ്ടോ? കോർപ്പറേഷനോ ചോദിക്കാനോ പോലീസോ ആരുമില്ല. ചുമ്മാ ഈ പ്ലാസ്റ്റിക് കൂടയിലാക്കിയിട്ട് മംഗളവനത്തിനൊരു ഒരു മതിൽ പോലെയുണ്ട്. മതിലല്ലാതെ മതിൽ പോലെ കോൺക്രീറ്റ് സ്ലാബും തൂണും ഒക്കെ ആയിട്ട് അതിന് മുകളിൽ കൂടെ ചുമ്മാ എറിയും. പല സ്ഥലത്തും ഈ മതിൽ പൊട്ടി മറന്ന് വീണ് കിടക്കുകയാണ്. മംഗളവനത്തോടുള്ള സ്നേഹമൊന്നും ആരും പറയണ്ട, അതൊക്കെ വെറുതെ കള്ളത്തിലാണ്. അപ്പോൾ എന്തായാലും സാറ് നമ്മളെ ഹൈക്കോടതി കൂടുതൽ വിപുലീകരിക്കണം, കൂടുതൽ സൗകര്യങ്ങൾ വരണം എന്നുള്ള യോജിക്കുന്നു അല്ലേ? അത് ഞാൻ യോജിക്കുന്നു. അതിന് പ്രധാനമായിട്ടും ഈ വക്കീലന്മാരെ കൂടെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ചെയ്യണം. ഇപ്പോൾ വന്ന പ്രധാന സംഗതി എന്താ, ഞങ്ങളെ അറിയിച്ചില്ല. ആ പറയുന്ന ആർഗ്യുമെൻ്റ് ശരിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അപകടമൊന്നും സംഭവിച്ചിട്ടുമില്ല. ചീഫും മുഖ്യമന്ത്രിയും തമ്മിൽ കണ്ടപ്പോൾ ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് മാറ്റാം എന്ന് സമ്മതിച്ചു. അതിനപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് വക്കീലന്മാരും അതിലിപ്പം പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. ഫൈനൽ ഈ ഓരോ സ്റ്റെപ്പിലും ഇവരോടുമൊക്കെ ആലോചിക്കാതെ ചെയ്യുമൊന്നുമില്ല. എന്തായാലും ഈ 17-ാം തീയതി ഇതിൻ്റെ ഭൂമി പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം നടക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നത് തന്നെയാണ് നല്ല കാര്യം അല്ലേ? ഈ നിയമ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ വേറെ കുറേ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ സംവിധാനമുണ്ട്, പണ്ടിത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൺലൈനിൽ വാസ്തവം പറഞ്ഞാൽ ജഡ്ജി പോലും ആ ബിൽഡിങ്ങിൽ വരേണ്ട കാര്യമില്ല. ജഡ്ജിക്ക് വീട്ടിലിരിക്കാം, വക്കീലിന് വീട്ടിലിരിക്കാം, ഓൺലൈൻ കേസ് വാദിക്കാം. ഹൈക്കോടതിയിൽ ഈ വാദിയോ പ്രതിയോ സാക്ഷിയോ ഒന്നും ഹാജരാക്കുന്നില്ല. വാദിഭാഗം പ്രതിഭാഗം വക്കീലും ജഡ്ജിയും മാത്രമാണ്. അപ്പോൾ അവർ ഓൺലൈൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സംവിധാനങ്ങൾ ഉണ്ടെന്നേ. ജഡ്ജി കളമശ്ശേരിയിലും ഒരു വക്കീൽ ആലുവയിലും മറ്റേ വക്കീൽ ഫോർട്ട് കൊച്ചിയിലും ഇരുന്ന് കഴിഞ്ഞാലും കേസ് വാദിക്കാം, ഹിയറിംഗ് നടക്കും. ഈ ഫയലിങ്ങിൻ്റെ സമയമാണ് ഇപ്പോൾ. നമ്പർ നോക്കിയിട്ട് ആ കടലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് അവിടെ ഇരുന്ന് വായിക്കാം, ജഡ്ജിക്ക് അവിടെ ഇരുന്ന് വായിക്കാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സൗകര്യങ്ങളല്ലേ വർദ്ധിപ്പിക്കുന്നത്. അപ്പോഴല്ലേ ഫാസ്റ്റർ ജസ്റ്റിസ് ജനങ്ങൾക്ക് കിട്ടുള്ളൂ. മാത്രമല്ല ഇവർ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോടതികൾ സംസ്ഥാനത്ത് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ പൈസ അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. അല്ല, അത് ഈ അവർക്ക് അനുകൂലമായിട്ട് ഈ കാര്യങ്ങൾ തിരിക്കാൻ പലവിധ ന്യായങ്ങൾ പറയും. ഈ പൈസ പാവങ്ങൾക്ക് അരി മേടിക്കാൻ കൊടുക്കണം എന്നൊക്കെ പറയും. അങ്ങനെ എന്തിനും ഒരു ന്യായമൊക്കെ പറയാം. അതിൽ കാര്യമില്ല. എന്തായാലും ഉചിതമായ തീരുമാനം ഉണ്ടാവട്ടെ അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.